2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എത്ര സ്ത്രീകളെയാണ് പാർലമെന്റിലേക്ക് അയച്ചത്? 2024 ആയിട്ടും സമത്വസുന്ദര കേരളത്തിൽ എത്ര വനിതാ MLA-മാരുണ്ട്? എത്ര വനിതാ മന്ത്രിമാരുണ്ട്? ഈ ചോദ്യങ്ങൾ നെറ്റി ചുളിപ്പിച്ചേക്കാം. വനിതകളുടെ കാര്യം വരുമ്പോൾ മാത്രം നമ്മളെല്ലാം തനി പഴഞ്ചന്മാരായി മാറാറുമുണ്ട്. എന്നാൽ ലോക കേരള സഭയിൽ പ്രസിദ്ധീകരിച്ച കേരള മൈഗ്രേഷൻ സർവേ 2023 കണ്ണു തുറപ്പിക്കുന്നതാണെന്ന് എഴുത്തുകാരനും UN മുൻ ദുരന്ത നിവാരണ വിദഗ്ധനുമായ മുരളി തുമ്മാരൻകുടി പറയുന്നു. കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പെൺകുട്ടികൾ തിരിച്ച് നാട്ടിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മുരളി തുമ്മാരൻകുടി ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് 2015 കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ ക്യാബിനറ്റിൽ സ്ത്രീകളും പുരുഷന്മാരും തുല്യ സഖ്യമായിരുന്നു. ഇതിനെപ്പറ്റി ചോദിച്ച പത്രപ്രവർത്തകരോട് അദ്ദേഹം നൽകിയ ഉത്തരം ക്ലാസിക്കാണ്. ബിക്കോസ് ഇറ്റ് ഈസ് 2015. അത്രയുള്ളൂ കാര്യം. കാലം മാറി. 2024 കേരളത്തിന്റെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്നും ഒറ്റ സ്ത്രീയും പാർലമെന്റിൽ എത്താതിരുന്നതിനെ കുറിച്ച് ആരെങ്കിലും നമ്മുടെ നേതാക്കളോട് ചോദിച്ചോ എന്നറിയില്ല. ചോദിച്ചാൽ അവർ എന്തു പറയും? 2024 ആയത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നാകുമോ? കേരളം മാറിയത് ഒരുപക്ഷെ അവർ അറിഞ്ഞിട്ടുണ്ടാകില്ല. എന്നാൽ കേരളത്തിലെ പെൺകുട്ടികൾ അത് തീർച്ചയായും അറിയുന്നുണ്ട്. ലോക കേരള സഭയിൽ പ്രസിദ്ധീകരിച്ച കേരള മൈഗ്രേഷൻ സർവേ 2023 ഇപ്പോൾ എല്ലാ മന്ത്രിമാരുടെയും MP-മാരുടെയും MLA-മാരുടെയും കയ്യിൽ കിട്ടിക്കാണും. അവർ അതൊന്ന് വായിച്ചു നോക്കണം. 2014 മൊത്തം 24 ലക്ഷം പ്രവാസികളാണ് കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നത്. 2018 അത് 11% കുറഞ്ഞു. 2023 അത് വീണ്ടും 1.5% ഉയർന്ന് 2018 കൂടുതൽ മലയാളി പ്രവാസികൾ ഇപ്പോഴുമുണ്ട്. കുടിയേറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 2018 ഇരട്ടിയായതാണ് ഇതിന് പ്രധാന കാരണം. മൊത്തം പ്രവാസികളിൽ സ്ത്രീകളുടെ എണ്ണം 20% താഴെയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിൽ അത് 45%. കുടിയേറുന്ന മലയാളി ആണുങ്ങളിൽ 34% ബിരുദധാരികളുണ്ടെങ്കിൽ സ്ത്രീകളിൽ അത് 71%. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കുടിയേറ്റത്തിന് ശേഷം തിരിച്ചു വരുന്നവരിൽ 88.5% പേരും പുരുഷന്മാരാണ്. വെറും 11.5% സ്ത്രീകൾ. പെൺകുട്ടികളുടെ ചോയ്സ് വ്യക്തമാണ്. വിദ്യാഭ്യാസം ലഭിക്കാൻ അവസരമുള്ള പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. തിരിച്ചു നാട്ടിലേക്ക് വരാൻ അവർക്ക് താല്പര്യമില്ല. ഇതിൽ ഒട്ടും അത്ഭുതപ്പെടേണ്ടതുമില്ല. എന്തിലേക്കാണ് അവർ തിരിച്ചു വരേണ്ടത്? 51% സ്ത്രീകൾ ഉണ്ടായിട്ടും ഒരു സ്ത്രീ പാർലമെന്റ് അംഗം പോലുമില്ലാത്ത കേരളത്തിലേക്കോ? 140 അംഗങ്ങളുള്ള നിയമസഭയിൽ 10% പോലും സ്ത്രീ പ്രാതിനിധ്യം ഇല്ലാത്ത കേരളത്തിലേക്കോ? പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകളെ നേരിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും സ്ഥിരമായും ആഭാസം പറയുന്ന കേരളത്തിലേക്കോ? സ്ത്രീധനത്തിന്റെ പേരിൽ ഇപ്പോഴും കൊലപാതകങ്ങളും സ്ത്രീകൾക്കെതിരെ വലിയ തോതിൽ ആക്രമണങ്ങൾ നടക്കുന്ന കേരളത്തിലേക്കാണോ? പ്രേമത്തിൽ നിന്നും പിന്മാറിയതിന്റെ പേരിൽ പെട്രോൾ ഒഴിച്ച് സ്ത്രീകളെ കൊലപ്പെടുത്തുന്ന കേരളത്തിലേക്കോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇടവഴി മുതൽ പൊതുഗതാഗതം വരെ സ്ത്രീകളുടെ മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കാനും തട്ടാനും മുട്ടാനും കയറിപ്പിടിക്കാനും അശ്ലീലം പറയാനും ഷോമാന്മാരും ഞരമ്പ് രോഗികളും പകൽമാന്യന്മാരും നിരന്നു നിൽക്കുന്ന കേരളത്തിലേക്കോ? പകലോ രാത്രിയോ സ്ത്രീകൾ എവിടെ പോകുന്നു, എന്ത് ധരിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിരിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ബന്ധുക്കളും നാട്ടുകാരും സദാചാര പോലീസുകാരും സാധാ പോലീസുകാരുമുള്ള കേരളത്തിലേക്കോ? ജോലി ചെയ്യുന്ന ഓഫീസുകളിലും എന്തിന് താമസിക്കുന്ന സ്വന്തം വീടുകളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും ലൈംഗികമായി കടന്നുകയറ്റങ്ങൾ നടക്കുന്ന കേരളത്തിലേക്കോ? വിവാഹത്തിന് മുൻപും പിൻപും തുല്യത സ്വാഭാവികം എന്ന ചിന്തയില്ലാതെ സ്ത്രീകൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്നത് പുരോഗമനമായി കാണുന്നവർക്കുള്ള കേരളത്തിലേക്കോ? ഇല്ല സാർ, അതിനിപ്പോൾ സൗകര്യമില്ല എന്നാണ് നമ്മുടെ പെൺകുട്ടികൾ പറയുന്നത്. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും തിരിച്ചു വരാതിരിക്കുകയും ചെയ്യുന്ന പെൺകുട്ടികൾ അവരുടെ കാലുകൊണ്ട് വോട്ട് ചെയ്തിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ശ്രദ്ധിക്കാം. അല്ല, പോകുന്നവർ പോകട്ടെ. ബാക്കിയുള്ള സ്ത്രീകളെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യാമെന്ന് സമൂഹവും നേതാക്കളും കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. പുറത്തേക്ക് പോകുന്ന ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നാട്ടിലുള്ളവരും കാണുന്നുണ്ട്. തൊഴിലാണ് പ്രധാനമെന്നും ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിലെ മുഖ്യ പങ്കും ഉത്തരവാദിത്വവും സ്ത്രീകൾക്കാണെന്നും സ്ത്രീകൾ മനസ്സിലാക്കും. മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തു പോകുന്ന പെൺകുട്ടികൾ ഭൂരിഭാഗവും സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും കല്യാണം കഴിക്കുന്നത്. ഇത്തരം വിവാഹങ്ങൾ
ജീവിതത്തിലെ പങ്കാളികൾ കുറച്ചൊക്കെ മലയാളികളോ ഇന്ത്യക്കാരോ ആകും. പക്ഷെ അത് തുല്യതയുള്ള ബന്ധങ്ങളായിരിക്കും. പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ശ്രമിച്ചാൽ പങ്കാളികൾ അവരുടെ കൂടെ അധികകാലം ഉണ്ടാകില്ല. ഇതൊക്കെ നാട്ടിലുള്ള സ്ത്രീകളെയും മാറ്റും. വിവാഹം ചെയ്യാൻ താല്പര്യമുള്ള പെൺകുട്ടികൾ കുറഞ്ഞു വരുന്നുവെന്ന് ഇപ്പോൾ തന്നെ വാർത്തകളുണ്ടല്ലോ. പഠനം കഴിഞ്ഞാലുടൻ വിവാഹമല്ല, ഒരു ജോലി സമ്പാദിക്കണം. ജോലി കിട്ടിയാലുടൻ വിവാഹമല്ല, കൂട്ടുകാരുമൊത്ത് അത്യാവശ്യം യാത്ര ചെയ്യണം എന്നൊക്കെ ഇപ്പോൾ തന്നെ പെൺകുട്ടികൾ തീരുമാനിക്കുന്നുണ്ടല്ലോ. അറേഞ്ച് മാരേജ് പോലുള്ള ദുരാചാരങ്ങൾ മാറാൻ ഇനി അധിക സമയം വേണ്ട. കൈകൊണ്ട് വോട്ട് ചെയ്യുന്ന സ്ത്രീകളെക്കാൾ കാലുകൊണ്ട് വോട്ട് ചെയ്യുന്ന പെൺകുട്ടികൾ കേരളത്തെ മാറ്റും. കേരളം മാറണം, മുരളി തുമ്മാനംകുടി പറയുന്നു.